ഹലോ സുഹൃത്തുക്കളെ, അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് യുദ്ധത്തിൻ്റെ പരിണാമം എന്നൊരു കഥയുമായിട്ടാണ്, ഒരു നിരൂപണമായിട്ടാണ്. ഇത് 10ാം ക്ലാസ് അതുപോലെ തന്നെ CBSE തലങ്ങളിലുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പം ഈ ചാപ്റ്റർ എന്ന് പറയുന്ന ആധുനിക കാലഘട്ടത്തിലുള്ള ഒരു നിരൂപണമാണ്. രാമായണത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണിത്. അപ്പം നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ വെച്ച് ഭാരത യുദ്ധം തുടങ്ങുമ്പോൾ രണ്ട് ചേരിക്കാരും തമ്മിൽ ചെയ്ത കരാർ ഇപ്രകാരമായിരുന്നു. അപ്പം ഒരു യുദ്ധം നടക്കാൻ പോവുകയാണ്. അപ്പോൾ രണ്ട് ചേരിക്കാരുണ്ടായിരുന്നു, പാണ്ഡവർ അതുപോലെ തന്നെ കൗരവർ. അവർ തമ്മിൽ ഒരു കുറേ നിയമങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ് യുദ്ധം തുടങ്ങുമ്പോൾ. ആ നിയമങ്ങളെപ്പറ്റി നമുക്ക് വായിച്ചു നോക്കാം. യുദ്ധം നടക്കാത്ത സമയങ്ങളിൽ ഇരുകക്ഷിയും പണ്ടേപോലെ പരസ്പര പ്രീതിയോടെ വർത്തിക്കണം. യുദ്ധം തുടങ്ങിയാൽ ഗജാശ്വരഥങ്ങളിലിരിക്കുന്നവർ ആ നിലയിലുള്ളവരോടെ എതിർക്കാവൂ. കാലാളോടും അണിവിട്ടു പോയവനെ കൊല്ലരുത്. വയോവീര്യ ഉത്സാഹങ്ങളിൽ നിൽക്കുന്നവരോട് പറഞ്ഞറിയിച്ചിട്ടേ നേർക്കാവൂ. ഓർക്കാതെയും ക്ഷീണിച്ചും ഇരിക്കുന്നവരോട് മറ്റൊരാളോടെ നേരിടുന്നവനെ, പ്രമാദം പറ്റിയവനെ, പിന്തിരിഞ്ഞവനെ, ആയുധം തീർന്നവനെ, കവചം പോയവനെ ഒന്നും ഒരുവിധവും കൊല്ലരുത്. സൂതന്മാർ, കുതിരകൾ, ആയുധ ചുമട്ടുകാർ, വാദിക്കാർ എന്നിവരെ ഒന്നും ഉപദ്രവിക്കരുത്. ചുരുക്കത്തിൽ എതിരാളിയുടെ കുറവ് കൊണ്ടല്ല, സ്വന്തം മികവ് കൊണ്ട് തന്നെ ജയിക്കാൻ നോക്കണമെന്നാണ് അർത്ഥം. കുറ്റമറ്റ ധർമ്മയുദ്ധം. അങ്ങനെ ദുര്യോധനനെ അവർ ആ ചതിയിലൂടെ വീഴ്ത്തി. ദുര്യോധനൻ എന്ന് പറയുന്ന ആളെ എല്ലാ നിയമങ്ങളും അനുസരിച്ച് യുദ്ധത്തിൽ പോയ ആളെ അയാളെയും ചതിയിലൂടെ അവർ വധിച്ചു. ദുര്യോധനൻ കൗരവരുടെ രാജാവായിരുന്ന ആളായിരുന്നു. അപ്പം അങ്ങനെ വല്ലപാടും വിജയം നേടിയ പാണ്ഡവർ സന്ധ്യയ്ക്ക് ജയാവകാശത്തോടെ കൂടാരങ്ങളിലേക്ക് തിരിച്ചുപോയി. കൂടാരങ്ങളിലൊക്കെ അവർ സന്തോഷത്തോടെ തിരിച്ചുപോയി. പടക്കളത്തിൽ ദുര്യോധനൻ തുടചതഞ്ഞു വീണു. മേലാകെ മണ്ണ് പുരണ്ട് ചുറ്റുപാടും നോക്കിക്കൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ അയാളെ ഒടുക്കമൊന്ന് കാണുവാനായി സഞ്ജയൻ അവിടെ വന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആട്ടോ. സഞ്ജയൻ ആദ്യമായിട്ട് ആരാണ് വന്നതെന്ന് നമ്മുടെ പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം. ദുര്യോധനൻ പാമ്പിനെ പോലെ ചീറ്റിക്കൊണ്ട്, കണ്ണുകളിൽ കോപാശ്രു നിറഞ്ഞുകൊണ്ട്, കൈ നിലത്തിട്ട് ഉരച്ചുകൊണ്ട്, മുടി ചിന്നുമാർ തലയിട്ട് ആട്ടിക്കൊണ്ടും പല്ലിറുമ്മിക്കൊണ്ടും പറഞ്ഞു. ഭീഷ്മർ, കർണൻ, ദ്രോണർ മുതലായവരെയൊക്കെ ഉണ്ടായിട്ടും 11 അക്ഷൗഹിണിപ്പടയുണ്ടായിരുന്നിട്ടും ഞാൻ ഈ നിലയിലായി. അപ്പം ദുര്യോധനൻ നിലത്ത് കിടന്ന് പറയുക പുള്ളിനെ ഭീമൻ ചതിയിലൂടെ കൊന്നു. അതിനുശേഷം പുള്ളി പറയുവാണ്, ഭീഷ്മർ, കർണൻ, ദ്രോണർ ഇത്രയും ആൾക്കാരുണ്ടായിരുന്നിട്ടും ഞാൻ ഈ നിലയിലായി. കാലത്തെ ആർക്കും കവച്ചു കിടക്കരുതല്ലോ. ഇനി എൻ്റെ പക്ഷത്തിൽ ബാക്കിയുള്ളവരോട് പറയണം. ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് പറയണം. എന്തു പറയണം? ഭീമൻ മുറ തെറ്റിച്ചാണ് എന്നെ വീഴ്ത്തിയത്. ഇതൊന്നു മാത്രമല്ല, പല കടുങ്കൈകളും പാണ്ഡവർ ചെയ്തിട്ടുണ്ട്. അവർ അവയെ ചൊല്ലി സജ്ജനങ്ങൾക്കിടയിൽ നിർവേദം കൊള്ളും എന്ന് പറഞ്ഞാൽ കുറ്റബോധം ആയിരിക്കുന്നല്ല, അതെ. അധർമ്മം കൊണ്ടും ജയിച്ചിട്ട് ആർക്കും സന്തോഷിപ്പിക്കാൻ കഴിയും? ആരവരെ അനുമോദിക്കും? തുട ചതഞ്ഞു വീണ എൻ്റെ തലയിൽ ഭീമൻ ചവിട്ടിയതിൽ കവിഞ്ഞൊരത്ഭുതമുണ്ടോ? ബന്ധുക്കളുടെ ഇടയിൽ പ്രതാപത്തോടും ശ്രീയോടും കൂടിയിരിക്കുന്ന ഒരുവനോടാണ് ഒരാളിത് ചെയ്തെങ്കിൽ ബഹുമാനിക്കാമായിരുന്നു. ഇതാരാ പറയണതെന്ന് നമ്മുടെ പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം. അത് വേണേൽ പോയിന്റ് ചെയ്ത് വെച്ചോ. ഒരാൾ ചെയ്തെങ്കിൽ ബഹുമാനിക്കാമായിരുന്നു. എൻ്റെ അച്ഛനമ്മമാർ ദുഃഖിക്കുമ്പോൾ യുദ്ധം ധർമ്മമറിയുന്ന അവരോട് ഞാൻ പറഞ്ഞതായി പറയണം. ഞാൻ യജ്ഞം ചെയ്തു, ഭരിക്കേണ്ടവരെ ഭരിച്ചു, ഭൂമി അടക്കി വാണു, ശത്രുക്കളുടെ തലയിൽ കാൽ വെച്ചു. ആർക്കുള്ളൂ എൻ്റേതിനേക്കാൾ നല്ല അവസാനം? പ്രധാനരായ രാജാക്കളുടെ മേൽക്കോയ്മ നടത്തി, സുദുർലഭമായ മാനം നേടി, ലക്ഷണമൊത്ത കുതിരകളിൽ യാത്ര ചെയ്തു. ആർക്കുള്ളൂ എൻ്റേതിനേക്കാൾ നല്ല അവസാനം? ഭാഗ്യവശാൽ ഞാൻ ശത്രുക്കൾക്ക് കീഴടങ്ങിയിട്ടില്ല, അവർ ജയിച്ചത്. ഭാഗ്യവശാൽ എൻ്റെ വിപുലമായ ഐശ്വര്യം ഞാൻ മരിച്ചിട്ടാണ് അഞ്ഞിലേക്ക് ചെല്ലുന്നത്. ഉറങ്ങുമ്പോഴും ഓർക്കാപ്പുറത്തോ കൊല്ലും പോലെയാണ്, വിഷം തന്നു കൊല്ലും പോലെയാണ് എന്നെ കൊന്നത്. അശ്വത്ഥാമാവിനോടും കൃതകൃതവർമാവിനോടും കൃപരോടും പറയണം, നിങ്ങൾ പലതവണ അധർമ്മം ചെയ്ത പാണ്ഡവരെ വിശ്വസിച്ചു പോകരുതേ. തുടർന്ന് ദുര്യോധനൻ ആളുകളോടായി പറഞ്ഞു, ഞാൻ എനിക്ക് വേണ്ടി മരിച്ചവരുടെ ഒപ്പം എത്താൻ വെമ്പുകയാണ്. എൻ്റെ സഹോദരി ദുശ്ശള, അവരുടെ ഭർത്താവും സഹോദരന്മാരും മരിച്ചത് കേട്ട് കരഞ്ഞ് എന്താവുമോ ആവോ. മക്കളുടെയും അവരുടെ മക്കളുടെയും ഭാര്യമാരുടെയും കൂടി എൻ്റെ അച്ഛനും അമ്മയും എങ്ങനെ കഴിഞ്ഞുകൂടുമോ ആവോ. തീർച്ചയായും ലക്ഷ്മണൻ്റെ അമ്മ, ഭർത്താവും മകനും മരിച്ചതിനാൽ പെട്ടെന്ന് മരിച്ചു പോവും. പുണ്യവും ത്രൈലോക പ്രസിദ്ധവുമായ സമന്തപഞ്ചത്തിൽ കിടന്നു മരിക്കുകയാൽ ഞാൻ ശാശ്വത ലോകങ്ങൾ നേടും.
ഇങ്ങനെയാണ്. അപ്പം ദുര്യോധനൻ ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. പുള്ളിക്ക് ഭയങ്കര സങ്കടമായി. പുള്ളിയുടെ സഹോദരിയൊക്കെ മരിച്ചതിൽ പുള്ളിക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ പറയുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജാവിൻ്റെ വിലാപം കേട്ട് ജനസഹസ്രങ്ങൾ കണ്ണു നിറച്ച് നോക്കി നിന്നു. അപ്പം രാജാവിൻ്റെ ഈ മരണവാർത്ത അറിഞ്ഞ ആൾക്കാരൊക്കെ വളരെ സങ്കടത്തോടെയാണ് നിൽക്കുന്നത്. അപ്പം കണ്ണു നിറച്ച് അങ്ങും പാഞ്ഞുപോയി. ഭൂമിയാകെ ഒരു മുഴക്കത്തോടെ കുലുങ്ങി, ദിക്കുകൾ മങ്ങി. മറ്റെങ്ങോ ആയിരുന്ന കൃതകൃതവർമ്മ അശ്വത്ഥാമാക്കൾ യുദ്ധത്തിൽ വളരെ പരിക്കുകൾ ഏറ്റിട്ടുണ്ടെങ്കിലും കൗരവപ്പടയിൽ മരിക്കാതെ ശേഷിച്ച 3 പേർ വിവരം അറിഞ്ഞ് തേരിൽ പാഞ്ഞു വന്നു. ചോരയിലാണ്ട് നിലത്തു കിടന്നുരുളുന്ന ദുര്യോധനെ കണ്ടു. എല്ലാവരും ഇറങ്ങിച്ചെന്ന് അയാളുടെ അടുത്ത് നിലത്തിരുന്നു. അശ്വത്ഥാമാവ് കണ്ണീരുമായി പലതും പറഞ്ഞു വിലപിച്ചു. അപ്പോൾ ദുര്യോധന ആശ്വസിപ്പിച്ചു. ഇതുതന്നെയാണ് മനുഷ്യൻ്റെ വിധി. രാജാവായിട്ട് ഞാൻ വീണു. ഭാഗ്യവശാൽ യുദ്ധത്തിൽ തെറ്റോടിയിട്ടില്ല. പാപികൾ കള്ളത്തരം കൊണ്ടാണ് എന്നെ തോൽപ്പിച്ചത്. അപ്പോൾ ദുര്യോധനൻ ഇങ്ങനെ പറയുക. പുള്ളിയുടെ വളരെ സങ്കടമാണ്. പുള്ളിക്ക് രാജാവായിരുന്നിട്ടും പുള്ളി ഇങ്ങനെ ഈ നിലയിലായി അങ്ങനെയൊക്കെ പറഞ്ഞ് പുള്ളി വളരെ സങ്കടത്തോടെ അശ്വത്ഥാമാവിനോടും ആളുകളോടും ഒക്കെ പറഞ്ഞ് വളരെ സങ്കടത്തോടെ പറയുകയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ പേജിലുള്ളത്. അപ്പം നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ഭാഗ്യവശാൽ നിങ്ങളെ ഈ ജനനാശത്തിൽ നിന്ന് മുക്തരായി കാണുവാനും സാധിച്ചു. അതെനിക്ക് വളരെ സന്തോഷമായി. എന്നെ ചൊല്ലി വ്യസനിക്കരുത്. വേദങ്ങൾ പ്രമാണമാക്കി യുദ്ധം ചെയ്ത് ഞാൻ അക്ഷയ ലോകങ്ങൾ നേടിയിരിക്കുന്നു. കൃഷ്ണൻ്റെ പ്രഭാവം അറിഞ്ഞിട്ടും ഞാൻ ക്ഷത്രിയധർമ്മത്തിൽ നിന്ന് അലിഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ എൻ്റെ ജയത്തിനു വേണ്ടി ആവുന്നതൊക്കെ ചെയ്തു, പക്ഷേ വിധി കവച്ചു കെടുക്കാതാവില്ലല്ലോ എന്ന് പറഞ്ഞ് ദുര്യോധനൻ പറയുവാണ്. കൃഷ്ണൻ എന്ന് പറയുന്ന ആ ഭഗവാൻ ഉണ്ടായിട്ടും ഞാൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയില്ല. ക്ഷത്രിയ നിയമങ്ങൾ അനുസരിച്ച് തന്നെ ഞാൻ യുദ്ധത്തിൽ പങ്കെടുത്തു. പക്ഷേ കൃഷ്ണൻ കൂട്ടി നിന്ന പാണ്ഡവർ എങ്ങനെ ജയിച്ചേ? അധർമ്മത്തിൻ്റെ പാതയിലാണ്. ഇത്രയും പറഞ്ഞ് കണ്ണിൽ വെള്ളം നിറഞ്ഞും വേദന കൊണ്ട് ഞെരുങ്ങിയും മിണ്ടാതെയായ ദുര്യോധനോട് ക്രോധം കൊണ്ട് കത്തിക്കാളുന്ന അശ്വത്ഥാമാവ് കൈ തിരുമ്മിക്കൊണ്ടും തൊണ്ട ഇടറിക്കൊണ്ടും പറഞ്ഞു. ആ ദുഷ്ടന്മാർ കൊടും ക്രൂരത കാട്ടി എൻ്റെ അച്ഛനെ വധിച്ചു. അതിലും എനിക്കത്ര വ്യസനമില്ല. അങ്ങയുടെ ഈ സ്ഥിതി കാണുമ്പോൾ ഞാനിതാ എൻ്റെ സുഹൃത്തുക്കളെ പറ്റി പഠിച്ചാണിടുന്നു. ഇന്ന് ഞാൻ സർവ്വ പാഞ്ചാലരെയും വാസുദേവൻ കാണത്തന്നെ കാലഞ്ഞൂർ പോകിക്കും. അതിന് താങ്കൾ അനുവാദം തരുമാറാകണം. അപ്പം അശ്വത്ഥാമാവ് എന്ന് പറയുന്ന കടും കാളി അവൻ പറയുകയാണ്, നമ്മുടെ പാണ്ഡവരെ ആണെങ്കിൽ കൊല്ലാൻ പുള്ളി ആണിടുമെന്ന് പറഞ്ഞാൽ പുള്ളി ഉറപ്പുവരുത്തുക. ഇന്ന് ഞാൻ അവരെ കൊല്ലുമെന്ന് പുള്ളി ഉറപ്പുവരുത്തുക. അങ്ങനെ പുള്ളി മറ്റേ പാണ്ഡവരുടെ ആ ശിബിരത്തിലേക്ക് പോവുകയാണ്. ഇത് കേട്ട് ഉടനെ ദുര്യോധനൻ കൃപരോടും പറഞ്ഞു, ആചാര്യ വേഗത്തിൽ നിറകടം കൊണ്ടുവരൂ. കൃപർ പോയി അത് കൊണ്ട് വന്നപ്പോൾ തുടർന്ന് എൻ്റെ ആജ്ഞ അനുസരിച്ച് ദ്രോണപുത്രനെ സേനാധിപതി അഭിഷേകിക്കൂ. ബ്രാഹ്മണൻ രാജാവിൻ്റെ കൽപ്പന അനുസരിച്ച് കിട്ടിയിട്ട് യുദ്ധം ചെയ്യാവൂ എന്നാണ് ധർമ്മജ്ഞന്മാരുടെ അനുശാസനം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ധർമ്മജ്ഞന്മാരുടെ അനുശാസനം എന്താണെന്ന് എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കും. അപ്പോൾ ആൻസർ ബ്രാഹ്മണൻ രാജാവിൻ്റെ കൽപ്പന അനുസരിച്ച് കിട്ടിയിട്ട് യുദ്ധം ചെയ്യാവൂ എന്നാണ് ധർമ്മജ്ഞന്മാരുടെ അനുശാസനം. എന്താണ്? ബ്രാഹ്മണൻ രാജാവിൻ്റെ അനുവാദം അല്ലെങ്കിൽ അഭിപ്രായം കിട്ടിയിട്ട് മാത്രമേ യുദ്ധത്തിൽ പങ്കെടുക്കാവുള്ളൂ. കൃപർ അത് നടത്തി. ദ്രൗണി രാജാവിനെ ആശ്ലേഷിച്ച് വിടവാങ്ങി. ആർത്തു വിളിച്ചുകൊണ്ട് മറ്റു 2 പേര് കൂടി അവിടം വിട്ടു. മുമ്പ് പലപ്പോഴും കൗരവസഭയിൽ ഭീഷ്മ, കർണ, ഗാന്ധാരി, സിന്ദൂര രാജാദി ബന്ധുക്കളോട് മധ്യത്തിൽ പ്രതാപത്തോടും ശ്രീയോടും കൂടി നെളിഞ്ഞിരിക്കുന്ന ദുര്യോധനെ കാണിച്ച അഹങ്കാരത്തിലും സ്വപ്രത്യസ്ഥൈര്യത്തിലും എതിരാളികളോടുള്ള അവജ്ഞയിലും മറ്റും ആദരണീയമായ ഒരംശം ഉണ്ടെന്ന് ആർക്കാനും തോന്നിയിരിക്കുമോ എന്ന് പറയുമ്പോൾ ദുര്യോധനൻ ഇത്രയും നേരം പറഞ്ഞ ദുര്യോധനൻ്റെ നല്ല ഇമേജാണ് ഇത്രയും പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ പറയുന്നത് ദുര്യോധനൻ എന്ന് പറയുന്ന ആള് ഈ കൗരവ സഭയിൽ അവരുടെ ബന്ധുക്കളുടെ ഒപ്പം നെളിഞ്ഞിരിക്കുന്ന അയാൾ തെറ്റുകൾ ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾക്ക് പറയാനാകുമോ എന്നാണ് പറയുന്നത്. എന്നാൽ ഇന്ന് ഈ മൃത്യുരംഗത്തിൽ നിലത്ത് വീണ് പ്രാണവേദന കൊണ്ട് ഞെരുങ്ങുമ്പോഴും അയാളിൽ അതേ ഭാവങ്ങൾ അതേ അളവിൽ നിലനിൽക്കുന്നത് കാണുമ്പോൾ അതിലൊരു സ്ഥിരസ്ഥിതിയുണ്ടെന്ന് മനസ്സിലാക്കുവാൻ ഞാൻ നിർബന്ധരാകുന്നു. ഏതായാലും ഈ സ്ഥിതിയിൽ അയാളുടെ തലയിൽ ചവിട്ടുവാൻ ആർക്കും കാല് പൊങ്ങിയില്ല. അതിനു പുറമെ ദുര്യോധനൻ തൻ്റെ വൃദ്ധരായ മാതാപിതാക്കളെയും ആരോപലായ ഭാര്യയെയും ഓർക്കുന്നതിന് മുമ്പേ തങ്ങളുടെ ഏക സഹോദരിയായ ദുശ്ശളയെ ചൊല്ലി വ്യസനിക്കുന്നതും നോക്കുക. അപ്പോൾ ദുശ്ശള എന്ന് പറയുന്ന ആ സഹോദരിയെ ദുര്യോധനൻ അത്രമേൽ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് പുള്ളി എപ്പോഴും അതിനെക്കുറിച്ച് പറയുന്നത്. ആ അവിചാരത്തിന് മുമ്പിൽ ഒരിറ്റു കണ്ണീർ തൂകാതിരിക്കാൻ ആർക്ക് സാധിക്കും?
അവർ കൃതകൃതവർമ്മ അശ്വത്ഥാമാക്കൾ 3 പേരും പാണ്ഡവരുടെ പാളയത്തിനടുത്തെത്തി. അപ്പോൾ കൃതകൃതവർമ്മ അശ്വത്ഥാമാക്കൾ എല്ലാവരും പാണ്ഡവരുടെ ആ സ്ഥലമില്ലേ, ആ ശിബിരത്തിൻ്റെ അവിടെ എത്തി. കൂട്ടത്തിൽ പറയട്ടെ, പാണ്ഡവർ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ആരാ ഉണ്ടായിരുന്നത്? ഇന്നും മംഗളത്തിന് വേണ്ടി നാം പാളയത്തിൽ നിന്ന് പുറത്ത് പാർക്കണം. അതാരാ പറഞ്ഞതെന്ന് എക്സാമിന് വയ്ക്കും. കൃഷ്ണനാന്ന് പറഞ്ഞു. ഇന്ന് കൃഷ്ണൻ അവരെയും സാത്വികയെയും കൂട്ടി ഓഗവനീതിയുടെ തീരത്ത് ചെന്ന് കൂടിയിരുന്നു. ഓഗവതി നദിയുടെ തീരത്തിൽ. ആ നദിയുടെ പേര് ഓർത്തു വെക്കണം. പിന്നെ സാത്വിക എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ കൂട്ടുകാരനാണ്. ദ്രൗണി ശിബിരദ്വാരത്തിൽ വെച്ച് കൃപകൃതോട് പറഞ്ഞു, ഞാൻ ശിബിരത്തിൽ കിടന്നു കാലനെ പോലെ പ്രവർത്തിക്കും. ഒറ്റയൊരുത്തിനും നിങ്ങളുടെ അടുക്കൽ നിന്ന് ജീവനം കൊണ്ട് പോകാതിരിപ്പാൻ ശ്രദ്ധിച്ചു നിൽക്കണം. എന്നിട്ട് അയാൾ ശിബിരത്തിലേക്ക് ചാടിക്കിടന്നു. തനിക്ക് ആ സ്ഥലം എല്ലാം അറിയാം. അയാൾ നേരെ ദൃശ്യധുമ്നെ കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കഥയിൽ ഇപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ദുര്യോധനൻ രാജാവായിട്ടും ആ നിയമങ്ങളും യുദ്ധത്തിൻ്റെ നിയമങ്ങളും ദുര്യോധനെ ഭീമൻ കൊല്ലുന്നതും പിന്നെ ദുര്യോധൻ്റെ സങ്കടങ്ങളും സഹോദരിയെ പറ്റിയുള്ള സങ്കടങ്ങളും അശ്വത്ഥാമാവ് തന്നെ മറ്റുള്ള ആൾക്കാരെ പാണ്ഡവരെ കൊല്ലാൻ പോകുന്നതും പിന്നെ അശ്വത്ഥാമാവിനുള്ള സങ്കടവും ദുര്യോധനൻ്റെ ഓരോ കാര്യങ്ങളും അവർ ചതിയിലൂടെയാണ് കൗരവരെ തോൽപ്പിച്ചതെന്നുള്ള ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണിത്. അപ്പം എന്തൊക്കെയാ നിയമങ്ങളൊക്കെ പഠിക്കണം. സ്ത്രീയോടും കൂടി നിലഞ്ഞിരിക്കുന്ന ഒരുവനാണ് ഒരാൾ ചെയ്തെങ്കിൽ ബഹുമാനിക്കാമായിരുന്നു എന്ന് അച്ഛനമ്മമാർ ദുഃഖിക്കുന്നു. അതൊക്കെ ചോദിക്കുക, ആരാണ് പറഞ്ഞത്, എപ്പോഴാണ് പറഞ്ഞത്, അങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിക്കാവുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് ഉടനെ വരുന്നതാണ്. അപ്പം നിങ്ങൾ ഇത്രയും പഠിച്ച് ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്ത് ലൈക്കും ചെയ്യുക. അപ്പം സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണുക. എന്നാലാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനെ കുറിച്ചൊരു പിടി കിട്ടുകയുള്ളൂ. അവിടെ കണ്ട MCQs ആണ് നമ്മുടെ മലയാളത്തിന് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ മൊത്തത്തിൽ കാണുക. നിങ്ങൾ ഇത് കണ്ടിട്ട് മാത്രം നിങ്ങൾക്കൊരു കാര്യമില്ല, നിങ്ങൾ ചാപ്റ്ററും വായിക്കുക, എന്നാലാണ് നിങ്ങളുടെ തലയിലേക്ക് കയറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മുടെ ചാനൽ വിടവാങ്ങുന്നു.